നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടുന്ന പ്രോഡക്റ്റ് ഡീലിങ്ങിന്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ്. ഡീലിംഗ് എന്ന് പറയുന്ന ബ്രാൻഡിനെ പറ്റി നമ്മൾ നെറ്റ്വർക്കിംഗ് സംബന്ധ കാര്യങ്ങളിലൊക്കെ അവരുടെ റൗട്ടർ ഇതൊക്കെ കണ്ടു കാണും. അപ്പോൾ അവരുടെ ആഡോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാൻ ചാർജർ, അതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ക്വിക്ക് ചാർജ് 4.0യും TD 3.0യും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ AFC, VCP, FCP, PPS പോർട്ട് ചാർജിംഗ് പ്രോട്ടോകോൾസ്. അതായത് നമ്മൾ പലപ്പോഴും മേടിക്കുന്ന പവർ ബാങ്കോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് മേടിക്കുന്ന ചാർജറുകളോ അല്ലെങ്കിൽ കേബിളുകളോ ഒന്നും പലപ്പോഴും ഫാസ്റ്റ് ചാർജിങ് എല്ലാ ഡിവൈസിലും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അത് ഓരോന്നോരോ ചാർജിംഗ് പ്രോട്ടോകോൾ ഉണ്ട്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് വന്നേക്ക് ഒരുവിധം എല്ലാമായിട്ടും വർക്ക് ചെയ്യും. എങ്കിലും പഴയതൊക്കെ പലപ്പോഴും നമ്മൾ മേടിക്കുന്ന ചാർജറുകൾ ഉപയോഗിച്ചതിന് ശേഷമായിരിക്കും അത്ര ഫാസ്റ്റ് ചാർജിങ് അല്ല നമ്മുടെ ഡിവൈസിനെ ചാർജ് ചെയ്യുന്നതിന് നമുക്ക് പിടികിട്ടുന്നത്. അതിന്റെ പ്രധാന കാരണം ഇത്തരമുള്ള ഈ ക്വിക്ക് ചാർജ്, പവർ ഡെലിവറി ഇങ്ങനെയൊക്കെയുള്ള പല പല ചാർജിംഗ് പ്രോട്ടോകോൾ വരുന്നതുകൊണ്ടാണ്. ഇതിനകത്ത് ഇപ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് അറിയാവുന്ന അറിയാത്തതായ എല്ലാ ചാർജിംഗ് പ്രോട്ടോകോളും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കണ്ണുടച്ച് മേടിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ 2 പോർട്ട് വരുന്നുണ്ട്, കോമ്പാക്റ്റ് ആണ്, ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, Type-C ഫോണും ബ്ലൂടൂത്ത് ഡിവൈസുമായിട്ടെല്ലാം ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ വരുന്നതെന്നുള്ള പറയുന്നുണ്ട്. അത് മൊത്തം ഞാൻ പറയേണ്ട, അതൊന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് വായിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്, ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്, Type-C കേബിൾ വരുന്നുണ്ട്. 45 വാട്ട്സ് ആണ് മാക്സിമം പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മാക്സിമം പറയുന്നത് 20 വോൾട്ട് 2.25 ആംപിയർ വരെയാണ്. MRP ഒക്കെ 3500 ആണ് കൊടുക്കുന്നത്. MRP ആണ്. MRP ഇടുന്നതിന് ഒരു മര്യാദ ഇല്ലെന്ന് തോന്നുന്നു. കൺട്രി ഓഫ് ഒറിജിൻ ഇന്ത്യയാണ്. നമ്മൾ ഇതിന്റെ പ്രൈസ് 799 രൂപയ്ക്കാണ് മേടിച്ചത്. ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇതിനൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ആദ്യം വരുന്നത് Type-C to Type-C കേബിൾ, 1 മീറ്റർ നീളമുള്ള പ്രൈവറ്റ് കേബിളാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് കേബിളും. പിന്നീടാണ് ഇതാണ് നമ്മുടെ ഐറ്റം. എൻ്റെ റേറ്റിംഗ് ഒക്കെ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലൊക്കെ തന്നെ പറയുന്നുണ്ട്. ഇന്ത്യൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് പെണ്ണാണ്. 2 പിന്നാണ് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതിൻ്റെ ഈ ഗ്യാൻ ടെക്നോളജി ആയതുകൊണ്ടാണ് ഇത് ലൈറ്റ് വെയിറ്റും ചെറുതുമായത്. അപ്പം ഗ്യാൻ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന സിലിക്കോണ് പകരം ഗാലിയം നൈട്രൈഡ് എന്ന് പറയുന്ന സാധനം സെമി കണ്ടക്ടർ മെറ്റീരിയലായിട്ട് ഇതിൻ്റെ ഇന്റേണൽ സർക്യൂട്ടറി യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് പിന്നെ ഗ്യാൻ ചാർജർ എന്ന് പറയുന്നത്. ഇത് സ്മാളർ ആയിരിക്കും, ലൈറ്റർ ആയിരിക്കും, ഫാസ്റ്റ് ചാർജിങ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും, വളരെ കുറച്ച് ഹീറ്റ് ആവത്തുള്ളൂ. അതുകൊണ്ട് ലൈഫും കിട്ടും, അതേപോലെ സേഫും ആണ്. മൾട്ടി പോർട്ടൊക്കെ നമുക്ക് ചാർജ് ചെയ്യാം. മൾട്ടി പോർട്ട് അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതിനൊരു പ്രശ്നമല്ല. ഏത് രീതിയിൽ നോക്കിയാലും സിലിക്കോൺ ടാങ്കുകളൊക്കെ വളരെ മുമ്പിലാണ്, വിലയും അതേപോലെ കൂടും. നമ്മുടെ കമ്പനിക്കാരുടെ ഫാസ്റ്റ് ചാർജിങ് അവർ തരുന്നെങ്കിലും അതെല്ലാം സിലിക്കോൺ ബേസ് തന്നെയാണ്. ആ കമ്പനിയുടെ ചാർജറിനകത്ത് ഗ്യാൻ ചാർജർ തന്നെയായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ബോർഡ് അതേപോലെ കമ്പനികളെല്ലാം ഇറക്കുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി വാട്ടേജ് കൂടുതലും വിലയും കുറവും. പിന്നെ ഇത്രയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാർജിങ് പ്രോട്ടോകോൾസ് അത് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് നമ്മൾ ഡീലിംഗിലേക്ക് പോയത്. സാധാരണ ബോട്ടിലേക്കാണ് ഞാൻ പോകാറ്. അപ്പോൾ ബോട്ടിന്റെ 299 35 വാട്ട്സ് 33 വാട്ട്സ് വരെ സപ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ അതിന് 1000 രൂപയിലാണ് 45 വാട്ട്സിന്റെ ഉള്ളത്. പക്ഷേ ഇതിനകത്ത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും സംഭവങ്ങൾ ബോട്ടിൽ പോലും പറഞ്ഞിട്ടില്ല. ഒരു ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം. അപ്പോൾ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിന്റെ വലിപ്പം അതൊന്ന് കാണിക്കും. ഇത് നമ്മളുടെ സാധാരണ എല്ലാവരും ഉപയോഗിക്കാറുള്ള ലോക്കലിൽ കിട്ടുന്ന ERDയുടെ ഒരു 10 വാട്ട്സിന്റെ ചാർജറാണ്. അത് ഇതുമായിട്ട് നിങ്ങൾ നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവില്ലേ. ഒരു അൾട്രാ കോമ്പാക്ട് ആണ്. 45 വാട്ട്സിന്റെ ചാർജർ ഒരു 10 വാട്ട്സിന്റെ ചാർജർ തമ്മിലുള്ള വ്യത്യാസം കണ്ടത്. ഇതാണ് നമ്മളുടെ സ്വന്തം വിവോയുടെ ഫ്ലാഷ് ചാർജർ 47 വാട്ട്സ്. പക്ഷേ അതിന്റെ സൈസ് കണ്ടോ, കമ്പാരിറ്റീവ്ലി ഏറ്റവും മുട്ടാണവൻ, നീളത്തിലും വണ്ണത്തിലും എല്ലാം ഉണ്ട്. ഇതാണ് ഗ്യാൻ ടെക്നോളജിയുടെ പ്രത്യേകത. ഓക്കെ, സൈസ് കണ്ട് ബോധ്യപ്പെട്ടെന്ന് വരുന്നു. പിന്നീടുള്ളതെന്ന് വെച്ചാൽ 1 മീറ്റർ കേബിൾ, 3 ആംപിയറിന്റെ കേബിളാണത്. ഒരു 1 ഇയർ വാറണ്ടി പറയുന്നുണ്ട്. ട്രാവൽ ഫ്രണ്ട്ലി ആണ്, അൾട്രാ കോമ്പാക്ട് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. 73 ഗ്രാമേ വെയിറ്റ് ഉള്ളൂ. ഓക്കെ സൈസിലാണ്. സേഫ്റ്റി എന്ന് വെച്ചാൽ ഷോർട്ട് സർക്യൂട്ട്, ഓവർ വോൾട്ടേജ്, ഓവർ കറണ്ട്, ഓവർ ടെമ്പറേച്ചർ അതെല്ലാം പ്രൊട്ടക്ഷൻ ഉണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത ഈ കാണിച്ചു തന്നെയാണ് എല്ലാ ടൈപ്പ് ചാർജിങ് പ്രോട്ടോക്കോളിനെ ഇവൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഇന്നത് ഏതാണ് നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് നമുക്ക് അറിയാത്തിടത്തോളം കാലം നമുക്ക് ഇത് ധൈര്യമായിട്ട് മേടിക്കാം. ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത് പലപ്പോഴും പവർ ഡെലിവറിയുടെ തന്നെ അവരുടേതായ വെർഷനുകളൊക്കെയാണ് മിക്ക കമ്പനികളും ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണുകളിലൊക്കെ ഹൈബ്രിഡ് ആണ്, എഴുതപ്പെട്ട ക്വിക്ക് ചാർജും പവർ ഡെലിവറി എല്ലാം സപ്പോർട്ട് ചെയ്യും. പക്ഷേ അത് ഏറ്റവും കൂടിയ വെർഷനുകളൊക്കെ വരാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫാസ്റ്റ് ചാർജറൊക്കെ ആണെങ്കിൽ 5 വോൾട്ട് നോർമൽ ചാർജിങ്ങിലോട്ട് അങ്ങ് പോകും. വർക്ക് ചെയ്യും, പക്ഷേ ഫാസ്റ്റ് ചാർജിങ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ക്യാച്ചാണ്. ആരെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആമസോണിൽ നിന്ന് മേടിക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.